ഹലോ ഗൈസ്, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. സോ വെൽക്കം മീ. ബേസിക്കലി ഇപ്പോൾ ഞാൻ ഒരു സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലാണ്. ഇപ്പോൾ ഞാൻ PSW കഴിഞ്ഞു. സോ 3.5 years ഐ ആം ഹിയർ ഇൻ ദ ലണ്ടൻ റൈറ്റ് നൗ. സോ എൻ്റെ യു കെ ലൈഫ്, എൻ്റെ യു കെ എക്സ്പീരിയൻസ് നെ പറ്റിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ആ സമയത്ത് ഞാൻ 2021 ഇവിടെ വന്നത്. മാസ്റ്റേഴ്സ് എടുത്തിട്ടാണ് വന്നത്. 1 year കോഴ്സായിരുന്നു. ഞാൻ എൻ്റെ കരിയറിൽ തന്നെയാണ് വന്നത്. സോ എക്സ്പീരിയൻസ് വാസ് വെരി ഗുഡ്. പക്ഷേ ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പഠിക്കാനാണെങ്കിലും നമ്മുടെ അസൈൻമെൻ്റ് ആണെങ്കിലും എക്സാം ആണെങ്കിലും ഇന്ത്യ പോലല്ല, ടോട്ടലി ഡിഫറെൻ്റ് ആണ്. സോ ആ സമയത്ത് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് സ്ട്രഗിൾ തന്നെയായിരുന്നു. ഇറ്റ് വാസ് പക്ഷേ ആ സമയത്ത് നമ്മുടെ ആ കയ്യിലുള്ള ഓപ്ഷൻ ഇതായിരുന്നു, യു കെ ആയിരുന്നു ആകെ ഉള്ളത്. വെരി ഈസി ടു കം ഹിയർ. ലൈക്ക് ഏജ് ഗ്യാപ്പ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മുടെ റിജക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. ആസ് ലൈക്ക് ആ ടൈമിൽ നമ്മുടെ കാനഡയിലൊക്കെ ഭയങ്കര റിജക്ഷൻ ആയിരുന്നു ആ സമയത്ത്. 2021 ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാനഡ ഇപ്പോൾ ഭയങ്കര റിസ്ട്രിക്ഷൻസ് ഒക്കെ പറയാൻ തുടങ്ങി. അന്നേരം ആ സമയത്ത് യു കെ വാസ് ലൈക്ക് വെൽക്കമിങ് കൺട്രി ദാറ്റ് ടൈം, നോട്ട് നൗ. ഇപ്പം തീരെയില്ല. ആ സമയത്ത് വെൽക്കമിങ് കൺട്രി ആയതുകൊണ്ട് ലൈക്ക് ഡിപ്പെൻഡൻ്റ് അലൗഡ് ആയിരുന്നു. പിന്നെ നമ്മുടെ ഏജ് ഗ്യാപ്പ് നോ പ്രോബ്ലം ആയിരുന്നു. പിന്നെ നമുക്ക് കോഴ്സസ് ഏതും എടുക്കാമായിരുന്നു. യൂണിവേഴ്സിറ്റി വാസ് അക്സെപ്റ്റിംഗ് എവറി വൺ. ലൈക്ക് നമുക്ക് IELTS ഇല്ലാതെ നമുക്ക് വരാൻ പറ്റിയ ഒരു കൺട്രിയും ആയിരുന്നു. അതായത് മെയിൻ ആയിട്ടുള്ളത്. കാരണം IELTS എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഹെഡേക്ക് തന്നെയാണ് ശരിക്കും. ബട്ട് എൻ്റെ കോഴ്സിൽ ഞാൻ IELTS എടുത്തിട്ടുണ്ടായിരുന്നു. ചില കോഴ്സസിന് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ IELTS. ബാക്കി മോസ്റ്റ്ലി അത് ഫ്രണ്ട്ലി ഒരു ആ ടൈമിൽ IELTS ഇല്ലായിരുന്നു, ആപ്ലിക്കബിൾ അല്ലായിരുന്നു. ഇപ്പോൾ അത് ആപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ പുതിയ റീസെൻറ്റ് റൂൾസ് യു കെയിൽ വന്നത് ആപ്ലിക്കബിൾ ആയിട്ടുണ്ട്. ഈവൻ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് പോലും ആപ്ലിക്കബിൾ ആണ്. ആ സമയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഈ യു കെ ആ സമയത്ത് എനിക്കതൊരു ഫ്രണ്ട്ലി കൺട്രി ആയിരുന്നു. സോ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ കുറേ പഠിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ പഠിച്ചു. ഇറ്റ് വാസ് ലൈക്ക് എൻ്റെ ലൈഫിൽ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണ് യു കെ. സോ യു കെയിലെ എക്സ്പീരിയൻസ് എൻ്റെ സ്റ്റഡി വൈസ് ആണെങ്കിൽ ഒത്തിരി ഉണ്ട് പറയാൻ. പിന്നെ എൻ്റെ ജോബ് വൈസ് ആണെങ്കിൽ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് കുറേ മിസ്റ്റേക്കുകളും കുറേ എനിക്ക് നേരത്തെ ഞാൻ അറിഞ്ഞായിരുന്നെങ്കിൽ, ആരെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ, എനിക്കത് കുറച്ചും കൂടെ എന്താ പറയുന്നത്, അതിനെപ്പറ്റി അറിവുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇപ്പം ഞാനത് ആലോചിക്കാറുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്. ബട്ട് ലൈക്ക് ഇപ്പം എനിക്ക് ഞാൻ PSW ആണ്. സോ വാട്ട് ഈസ് നെക്സ്റ്റ്, അതാണ് ഞാനിപ്പം നല്ല സ്ട്രഗ്ലിംഗ് പീരീഡിൽ എന്ന് പറയുന്നില്ലേ, അത് സ്ട്രഗ്ലിംഗ് ആണെന്ന് പറഞ്ഞാൽ സ്ട്രഗ്ലിംഗ് ആണ്, സ്ട്രഗ്ലിംഗ് അല്ലെന്ന് ഞാൻ പറയത്തില്ല. യു കെ ലൈഫ് ഈസ് വെരി ലൈക്ക് സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയാണ് എല്ലാ ഇന്ത്യൻസിനും. ഇവിടെ മിക്കവാറും ഇന്ത്യൻസ് പറയത്തില്ല. അത് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് ഓപ്പണായിട്ട് അവർ പറയാറില്ല. ബട്ട് ഓപ്പണായിട്ട് പറയുന്നവരും ഉണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല എന്ന് പറയുന്നില്ല. ഓപ്പണായിട്ട് പറയുവാണെങ്കിൽ നല്ല സ്ട്രഗ്ലിംഗ് ആണ് യു കെയിൽ ആസ് വൈസ് ലൈക്ക് സ്റ്റുഡൻറ്റ് ലൈഫ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ജോബ് ഉള്ളവർക്ക് ഒരു പ്രശ്നമില്ല. ജോബ് കിട്ടാൻ ഇവിടെ നല്ല പാടാണ്. പാർട്ട് ടൈം ജോബാണെന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്നിട്ട് നമ്മൾക്കിപ്പോൾ ഒരു പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്യണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അവർ പാർട്ട് ടൈം ആയിട്ട് എടുക്കാറില്ല. അവർ നോക്കുമ്പോൾ 20 hours മൊത്തമായിട്ടല്ല കിട്ടുന്നത്. ഒരു 16 hours, ഒരു 14 hours ഒക്കെയാണ് കിട്ടുന്നത്. സോ അവർ പറയും 20 hours വി ക്യാൻ വർക്ക്. ബട്ട് ഓൺലി നമുക്ക് ആ ഷെഡ്യൂൾ ഇടുമ്പോൾ ഇപ്പോൾ 7 hours ഷിഫ്റ്റ് ആണെങ്കിൽ, 6 hours ഷിഫ്റ്റ് ആണെങ്കിൽ അവർ ആകെ 2 ദിവസം തരത്തുള്ളൂ. അന്നേരം ആ 2 ദിവസത്തിൽ നമ്മൾ വർക്ക് ചെയ്യണം. അന്നേരം അതിൽ ചില റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ലൈക്ക് യൂഷ്വലി ഗീവ് ഓൺലി 2 days, ചിലവർ 1 day ഒക്കെ തരുന്നുണ്ട്. അന്നേരം നമുക്കത് നഷ്ടമാണ്. ആകെ 10 hours, 12 hours, 16 hours ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 20 hours പറയുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവർ എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ പാർട്ട് ടൈം ആണ് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ സ്ട്രഗ്ലിംഗ് പീരീഡ്. ആ സമയത്ത് നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ നമുക്ക് ജോബ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ് യു കെയിൽ. ഫോർ മീ ലൈക്ക് ഫുൾ ടൈം ഈസ് ലൈക്ക് എൻ്റെ ഡിപ്പെൻഡൻ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് എൻ്റെ റെൻറ്റ് പേയും എൻ്റെ എല്ലാ കാര്യങ്ങളും. കാരണം ആ സമയത്ത് എനിക്ക് സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യണം. ഇവിടുത്തെ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ ഇതിൽ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. ലൈക്ക് ജോബ് ചെയ്യാൻ ഒരാൾ ജോബ് ചെയ്യണം, ഒരാൾ നമ്മുടെ സ്റ്റഡി ആൻഡ് ഇതിൽ ഫോക്കസ് ചെയ്യണം. ഇതായിരുന്നു യു കെ ലൈഫിൻ്റെ എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ. സോ യു വാണ്ട് ടു നോ മോർ, ജസ്റ്റ് കമൻറ്റ് ഓൺ മൈ കമൻറ്റ് ചെയ്യൂ. ഞാൻ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞത് തന്നെയാണ്. സോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഞാനിപ്പം സ്റ്റോപ്പ് ചെയ്യാണ്. സോ ജസ്റ്റ് താങ്ക് യു. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി. സോ എവറി വൺ ഷുഡ് സപ്പോർട്ട് ഈച്ച് അതർ. സോ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.